ഈ സ്ത്രീ ഇന്ന് വീട്ടുകാരെ ധിക്കരിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ ജീവിച്ചതിനുള്ള ഈ സ്ത്രീ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. വീട്ടുകാർ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി സ്ഥലം പേരൊന്നും അറിയാത്ത ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചുമ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഇന്ന് ഈ സ്ത്രീ 3 മക്കളെയായിട്ട് ആ സ്ത്രീ ഒന്നും അറിയാത്ത മക്കളെയായിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് യാചിക്കണമെങ്കിൽ അത്രയും ഈ സ്ത്രീ ചെയ്തത് കൊണ്ട് മാത്രമാണ്. വീടും സ്ഥലമൊന്നും അറിയാത്ത ഒരുത്തൻ്റെ കൂടെ നമ്മൾ ഇറങ്ങി തിരിച്ചുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കണം, നമുക്ക് ഒന്നും അറിയാത്ത പ്രായത്തിലാണ് ഇങ്ങനത്തെ ഓരോ കോമാളിത്തരം തോന്നുക. അങ്ങനെ 1ഉം 2ഉം മക്കളൊക്കെ ആകുമ്പോഴാണ് ഇവന്മാർ ഉപേക്ഷിച്ച് പോകുക. ഇങ്ങനത്തെ സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രായം വർദ്ധിക്കും. എന്താച്ചാൽ വീട്ടുകാരിഷ്ടപ്പെട്ട് കല്യാണം നടത്തി കഴിഞ്ഞാൽ വീട്ടുകാരും ഒരുപാട് ഹെൽപ്പ് ഉണ്ടാവും ഈ പ്രസവ സമയത്തൊക്കെ. മറ്റത് ഇവർ തന്നെ കഷ്ടപ്പെടണം. പ്രസവ സമയത്ത് ഒരു ക്ഷീണമോ കുഴക്കോ ഇതൊന്നും കാണാൻ ഒരാളും ഉണ്ടാവില്ല. പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ആ കൂടെ പോയവൻ്റെ ഹെൽപ്പ് പോലും കിട്ടൂല. പ്രസവിച്ച് കഴിഞ്ഞാലും ഒറ്റയ്ക്ക് തന്നെ നമ്മൾ എല്ലാ ഇതും പണിയും ജോലിയെല്ലാം എടുക്കേണ്ടി വരും. അപ്പം പെട്ടെന്ന് പ്രായം വർദ്ധിക്കും. അങ്ങനെ പ്രായം വർദ്ധിച്ച് കഴിഞ്ഞാൽ ആ കൂടെ പോകുന്നവനും ഒരിക്കലും നിങ്ങളെ വേണ്ടി വരില്ല. അവൻ ഒരുത്തിയെയും നോക്കി നിങ്ങളെ ഉപേക്ഷിച്ച് മിണ്ടും. അതിന് നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത മക്കളാണ് പിന്നെ അനുഭവിച്ച് തീർക്കുന്നത്. നമ്മൾ വഴിയിൽ നിന്ന് എന്തെങ്കിലും പൈസ എന്തെങ്കിലും വീണ് കിട്ടി എടുത്ത് നമ്മൾ എന്തെങ്കിലും ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ അതന്നെ നമുക്ക് അസുഖമാണ് ഉണ്ടാവില്ല, അതിനിരട്ടി നമുക്ക് കൊടുക്കേണ്ടി വരെയുണ്ട്. അങ്ങനത്തെ പൈസകളും ഒന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. ഒന്നും അറിയാത്ത ഏതോ ഒരു ഒരുത്തൻ്റെ കൂടെയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. അപ്പം അതേ ഇത് തന്നെയാണ് ഉണ്ടാവുക. എന്താ വെച്ചാൽ ഒന്നും അയാളെ പറ്റി നമുക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ വീട്ടുകാരെ ഉപേക്ഷിച്ചാണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ എത്രത്തോളം അവർക്ക് വിഷമം ഉണ്ട് അതിനൊക്കെ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അതാണല്ലോ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഈ സ്ത്രീൻ്റെ വീട്ടിൽ പോയപ്പോൾ പഴങ്കഞ്ഞിയാണ് അന്ന് രാവിലെ കൊടുത്തത്. അത് വന്നിട്ട് കഴിക്കാനും കുറച്ചവിടെ ബാക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്ത്രീക്ക് എന്താ വെച്ചാൽ ജോലിക്കൊന്നിനും പോകാനായിട്ട് കഴിയൂല. എൻ്റെ കൈക്കെന്തോ ആക്സിഡൻറ്റ് പറ്റി സംഭവിച്ചാണ്ട് അതിനൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു.